മാന്യമിത്രങ്ങൾക്ക് നമസ്കാരം. ഇന്ന് പ്രിയമിത്രങ്ങളെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുവാനായി ആഗ്രഹിക്കുന്നത് ദേവിയുടെ അത്യുജ്വലകരമായ സർവ ഐശ്വര്യദായകമായ ഏറ്റവും ഉത്തമമായ മന്ത്രങ്ങളിൽ ഒരു മന്ത്രമാണ് നവാക്ഷരി മന്ത്രം. നവാക്ഷരി മന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ വളരെ ദിവ്യമായിട്ടുള്ളതും അത്ഭുതകരമായ ശക്തിയുടെ ഉറവിടമാണ് ദിവ്യമായ മന്ത്രം. കാരണം ദേവി പ്രീതിക്കായി നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോമങ്ങളിലൊന്നാണ് നവാക്ഷരി ഹോമം. നവാക്ഷരി ഹോമം വിധിപ്രകാരം ചെയ്താൽ നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല എന്ന് ദേവി ഭാഗവതം അനേക സന്ദർഭങ്ങളിൽ നമ്മളിലേക്ക് ആ ബോധത്തെ എത്തിക്കുന്നുണ്ട്. ദേവി ഭാഗവതത്തിലാണ് നവാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാധാന്യവും അതാർക്കാണ് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമിത്രങ്ങളുടെ ഏവരുടെയും കയ്യിലുള്ളതായിരിക്കും ദേവി മഹാത്മ്യ കൃതി. ആ കൃതിയിൽ നിങ്ങൾ നവാക്ഷരി മഹാമന്ത്രം എടുത്താൽ അതിൽ കൃത്യമായി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ, ശ്രദ്ധിച്ചിട്ടുള്ളവർ കാണും. എങ്കിലും അത് ശ്രദ്ധിക്കാത്തവർക്കായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കുകയാണ്. അസ്യ ശ്രീ നവാക്ഷരി മഹാമന്ത്രസ്യ ബ്രഹ്മവിഷ്ണുരുദ്രാ ഋഷേഹ ഗായതൃഷ്ണീ ഗനുഷ്ടുപ്ചന്ദാംസി ഐം രക്തദന്തികാ ദുർഗാ ഭ്രാമര്യോ ബീജാനി ഹ്രീം നന്ദാ ശാകംബരി ഭീമശക്തയ ക്ലീം അഗ്നിവായുസൂര്യ തത്വാനി ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പ്രത്യർത്ഥേ ജപേ വിനിയോഗ. നോക്കൂ, സാധാരണ ഭൂരിഭാഗം മന്ത്രങ്ങളിലും ഋഷി ഒരാളായിരിക്കും. തന്നെയുമല്ല, ഇനി ഒരാളുണ്ടെങ്കിൽ തന്നെ അത് ഋഷിവര്യന്മാരോ മാമുനിമാരോ ഒക്കെ ആയിരിക്കും. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ബ്രഹ്മാവോ വിഷ്ണുവോ നാരായണനോ വരുന്നതായി കാണാം. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ത്രിമൂർത്തികളാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷി. അമ്മയുടെ ദിവ്യമായ ഈ രൂപത്തെ ദർശിച്ചത് ത്രിമൂർത്തികളാണ്. അപ്പോൾ എത്രത്തോളം പവിത്രമാണ്, എത്രത്തോളം ശക്തിമത്താണ് ഈ മന്ത്രം എന്ന് പ്രിയമിത്രങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർമ്മിക്കപ്പെടണം. എങ്കിലേ ഈ മന്ത്രത്തിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനിയുമോ, ഇതിൽ ദേവി എന്നത് ഒരു ഭാവം മാത്രമല്ല പറയുന്നത്. ഈ നവാക്ഷരി മന്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം ദേവിയുടെ സർവ്വരൂപങ്ങളെയും വിവിധകരമായി വിവിധ സമയങ്ങളിൽ വിവിധ ഉദ്ദേശത്തോടു കൂടി സർവേശ്വരിയായ ജഗദംബ സ്വീകരിച്ച മുഴുവൻ ഭാഗങ്ങളെയും, ഒട്ടുമിക്ക ഭാവങ്ങളെ മുഴുവൻ ഈ മന്ത്ര ജപത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലേക്ക് എത്തിക്കാം. ആ അവതാര രൂപങ്ങളുടെ പരിപൂർണമായ അനുഗ്രഹത്തെ കരഗതമാക്കുകയും ചെയ്യാം. ഇവിടെ പ്രാരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചു, ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പ്രീത്യർത്ഥേ ജപേ വിനിയോഗ. ഈ മന്ത്രത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് മഹാകാളിയുടെ അനുഗ്രഹം, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം, മഹാസരസ്വതിയുടെ അനുഗ്രഹം. നോക്കൂ, എന്താ ഇതിൻ്റെ പ്രത്യേകത? സരസ്വതിയുടെ അനുഗ്രഹം ലഭിച്ചു എന്ന് പറഞ്ഞാൽ സർവ്വവിധമായ ജ്ഞാനവും അറിവും, ജീവിത വിജയം നേടാൻ മറ്റെന്തെങ്കിലും വേണോ? ഇനിയും അത് നേടിയോ തീർന്നില്ല, പിന്നെയുണ്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിലൂടെ എന്താണ് ആർജിക്കുന്നത്? മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ സർവ്വവിധമായ ഐശ്വര്യത്തിൻ്റെയും കേന്ദ്രഭാവമാണ് അമ്മ. അപ്പോൾ ജ്ഞാനം നേടി, ഐശ്വര്യം നേടി, പിന്നെയോ മഹാകാളി. കാളി എന്ന് പറയുമ്പോൾ ശത്രുക്കളെ പരിപൂർണമായി തപിപ്പിക്കുന്നവൾ, ഉന്മൂലനം ചെയ്യുന്നവൾ, സർവ്വവിധമായ ശത്രുഭയത്തിൽ നിന്ന് ഭക്തനെ ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്നവൾ ആരോ അവൾ ഭദ്രകാളി. നോക്കൂ, ഒരൊറ്റ മന്ത്രജപത്തിലൂടെ ദേവിയുടെ ത്രിവിധങ്ങളായ അല്ലെങ്കിൽ ഉജ്ജ്വലകരമായ അനേക ഭാവങ്ങളുടെ അനുഗ്രഹം നമ്മൾക്ക് നേടുവാൻ കഴിയും. അപ്പോൾ അല്പം ബുദ്ധിപൂർവ്വം നമ്മൾ പ്രവർത്തിക്കണം. അനേക മന്ത്രങ്ങളോ പ്രത്യേകമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതിനേക്കാളോ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ. തന്നെയുമല്ല, ഇത് സാധാരണ മന്ത്രങ്ങളിൽ വെച്ച് അത്യുന്നതമാണ്. നേരത്തെ സൂചിപ്പിച്ചു, ഇതിൽ അമ്മ ഈ മന്ത്രം ഉപദേശിച്ചു കൊടുത്തത് ബ്രഹ്മാവിനും നാരായണനും പരമേശ്വരനുമാണ്. ബ്രഹ്മാവിൻ്റെ സ്തുതിക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ്, അപേക്ഷയ്ക്കുള്ള ഉത്തരമായിട്ടാണ് അമ്മ ദിവ്യമായ ഈ മന്ത്രത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത്. സർവജ്ഞാനദാതാവും സർവൈശ്വര്യദാതാവും സർവശത്രു നാശിനിയുമായ ജഗദംബ നേരിട്ട് ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്ത ദിവ്യമായ മന്ത്രമാണ്. തൻ്റെ സന്തതിയായി കണ്ടുകൊണ്ട്
തൻ്റെ നിർദ്ദേശം അക്ഷരം പ്രതി മാനിക്കുവാനും പാലിക്കുവാനും വിധിക്കപ്പെട്ടവനായി കണ്ടുകൊണ്ട് ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തതാണ്. ഈ മന്ത്രം ഉപദേശിച്ചിട്ട് അമ്മ പറയുന്നത്, എപ്പോൾ ശത്രുക്കളിൽ നിന്ന് ഭയമുണ്ടാകുന്നുവോ, എപ്പോൾ സങ്കടമുണ്ടാകുന്നുവോ, എപ്പോൾ ഐശ്വര്യത്തിന് ശോഷണം സംഭവിക്കുന്നുവോ, അപ്പോഴെല്ലാം എൻ്റെ ദിവ്യമായ തിരുമുഖ കമലത്തെ നീ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭജിക്കൂ. തീർച്ചയായും പരിപൂർണമായ ശാന്തിയും സമാധാനവും ശത്രു നിവാരണവും നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് അമ്മ കൃത്യമായി തന്നെ ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ദേവി ഭാഗവതത്തിലാണ് ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത്. ആ മന്ത്രത്തെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ധ്യാനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ധ്യാനം ജപിക്കുമ്പോൾ ആ മന്ത്രമൂർത്തി എപ്രകാരമുള്ളതാണ്, അല്ലെങ്കിൽ എപ്രകാരമുള്ള രൂപത്തെ ആയിരിക്കണം, ഭാവത്തെ ആയിരിക്കണം അകക്കണ്ണിൽ നമ്മൾക്ക് ദർശിക്കാൻ കഴിയേണ്ടത് എന്നതാണ് ധ്യാനത്തിലൂടെ വെളിവാകുന്നത്. അതുകൊണ്ട് പരിപൂർണമായ ശ്രദ്ധയോടുകൂടി ആ ധ്യാനമന്ത്രത്തിലേക്ക് നമ്മൾക്ക് ഏവർക്കും ഒരുമിച്ച് ഒന്ന് കടന്നാലോ? മിത്രങ്ങൾ ഏവരും കൂടെയില്ലേ? നമ്മൾക്ക് ഒരുമിച്ച് അമ്മയുടെ ദിവ്യമായ മന്ത്രത്തെ ധ്യാനിച്ചുകൊണ്ട് ആദ്യം നോക്കിച്ചൊല്ലാം. പിന്നീട് നിങ്ങൾക്ക് ഹൃദയസ്ഥമായി കഴിയുമ്പോൾ കണ്ണുകൾ അടച്ചിട്ട് അകക്കണ്ണിൽ അമ്മയുടെ ദിവ്യമായ, കാരണം പുറത്തേക്കുള്ള കണ്ണുകൾ എല്ലാത്തിനും തടസ്സം സൃഷ്ടിക്കും, ഏകാഗ്രതയ്ക്കുള്ള തടസ്സമായി പുറത്തേക്കുള്ള കണ്ണുകൾ മാറും. അതുകൊണ്ടാണ് ധ്യാനം ജപിക്കുമ്പോൾ, ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ കണ്ണുകൾ അടയ്ക്കണമെന്ന് പറയുന്നത്. ബാഹ്യമായ അനാവശ്യകരമായ തലത്തിലേക്ക് മനസ്സെത്താതിരിക്കുവാനാണ്, വഴിവിട്ട് സഞ്ചരിക്കാതിരിക്കുവാനാണ്. മന്ത്രം അല്ലെങ്കിൽ ധ്യാന ശ്ലോകം മനസ്സിലേക്ക് കൃത്യമായി എത്തിയിട്ടുണ്ടെങ്കിൽ കണ്ണുകളടച്ച് അമ്മയുടെ ദിവ്യമായ രൂപത്തെ ദർശിച്ചാൽ, പിന്നെ ആ നവാക്ഷരി മന്ത്രം കൂടെ ജപിച്ചാൽ ഒരു സംശയവുമില്ല, ബ്രഹ്മദേവൻ എപ്രകാരമാണോ സർവ്വസങ്കടങ്ങളിൽ നിന്ന് മുക്തനായത് അപ്രകാരം ആ പരമേശ്വരി നമ്മെയും പരിപാലിക്കും. നമ്മൾക്ക് ആ ധ്യാന ശ്ലോകം ഒന്ന്. മാതേർമധുകൈഡഭഗ്നേ മഹിഷപ്രാണോപഹാരോദ്യമേ ഹേലാ നിർമ്മിതധൂമ്രലോചനവതേ ചണ്ഡമുണ്ടാർദ്ധിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്താ അംബികേ. മാതർമേ മധുകൈഡഭഗ്നേ മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിതധൂമ്രലോചനവതേ ഹേ ചണ്ഡമുണ്ടാർദ്ധിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേ അംബികേ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചേ ശ്രീ ദുർഗായൈ നമഃ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചേ ശ്രീ ദുർഗായൈ നമഃ. നോക്കൂ, ഈ മന്ത്രത്തിൽ സർവവിധമായ ഭാവങ്ങളെയും നമ്മൾക്ക് കാണുവാൻ കഴിയും. മധുകേടഭന്മാരെ വധിച്ചത്, അവരുടെ വധത്തിന് കാരണക്കാരിയായവൾ, മഹിഷൻ എന്ന് പറയുന്ന ആസുരീയതയുടെ മൂർത്തിമത് ഭാവത്തെ ഇല്ലായ്മ ചെയ്തവൾ, വധിച്ചവൾ. പിന്നെയോ ധൂമ്രലോചനനെ ഇല്ലായ്മ ചെയ്തവൾ. അതോടൊപ്പം ചണ്ഡമുണ്ടന്മാരെന്ന അതിഭീകരന്മാരായ ആസുരീയ ശക്തികളെ മുച്ചൂടും മുടിച്ചവൾ. പിന്നെയോ രക്തബീജൻ എന്ന് പറയുന്നതും ദേവന്മാർക്ക് പോലും പരിഹാരം കണ്ടെത്താൻ കഴിയാതിരുന്നതുമായ ആ രക്തബീജന്റെ വധത്തിന് വേണ്ടി ദിവ്യമായ കാളികാരൂപത്തെ കരഗതമാക്കിയവൾ, അല്ലെങ്കിൽ ആ രൂപത്തിൽ അവതരിച്ചവൾ. ശുംഭ നിശുംഭാദികളെ വധിച്ച് ലോകത്തിന് സർവ്വവിധമായ ശാന്തിയെയും സമാധാനത്തെയും പ്രദാനം ചെയ്തവൾ. അങ്ങനെയുള്ള പരമേശ്വരി അടിയന്റെ എല്ലാവിധമായ ദുരിതങ്ങളെയും മാർഗ തടസ്സങ്ങളെയും മാറ്റി ഐശ്വര്യകരമായ രീതിയിലേക്ക് അടിയനെ കൈപിടിച്ചുയർത്തണേ, പരിപൂർണമായ ശാന്തിയെയും സമാധാനത്തെയും പ്രദാനം ചെയ്യണമേ സർവേശ്വരിയ ജഗദമ്പി എന്ന് മനസ്സിലൊന്നുറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്താ പറയേണ്ടത്? ദേവി എത്തുവന്നേ. നിങ്ങൾ കണ്ണടച്ചമ്മയുടെ രൂപം കാണും. ആ രൂപം കണ്ടുകൊണ്ട് സ്വയം മറക്കൂ. ആ ദിവ്യമായ മന്ത്രത്തിലങ്ങനെ വിലയം പ്രാപിക്കൂ. അല്പസമയം അതിനായി മാറ്റിവെച്ചാൽ 24 മണിക്കൂറിൽ ഒരു 25 മിനിറ്റ്, ഒരു 24 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റിവെച്ചാൽ, സമയമില്ല എന്ന് നമ്മൾ വെറുതെ പറയുന്നതാണ്. അല്പം ഒന്ന് പരിശ്രമിച്ചാൽ
അരമണിക്കൂർ അല്ല 1 മണിക്കൂർ വേണമെങ്കിൽ നമ്മൾക്ക് കണ്ടെത്താം. ഇവിടെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഒഴിവുകിഴിവുകൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിയുവാനായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇതറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, അമ്മയെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അമ്മയുടെ അനുഗ്രഹത്തിലൂടെ ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ വേഷം അഴിച്ചു വെച്ചാലും പരിപൂർണമായ അനുഗ്രഹത്തോടു കൂടി മോക്ഷപ്രാപ്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ജപിക്കേണ്ട ഏറ്റവും ദിവ്യമായ മന്ത്രമാണ് നവാക്ഷരി മന്ത്രം. എത്ര ഗംഭീരമാണെന്നോ! സംശയമുള്ള പ്രിയമിത്രങ്ങൾ, ദേവീ ഭാഗവതം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതൊന്നെടുത്ത് പരിശോധിക്കൂ. കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട് ഈ മന്ത്രത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ തലത്തെയും. അതുകൊണ്ട് അസുലഭമായ ഈ മന്ത്രത്തെ പാഴാക്കരുത്. യാതൊരുവിധ തെറ്റുകുറ്റങ്ങളുമില്ലാതെ കൃത്യമായ നിഷ്ഠയോടുകൂടി പരിപൂർണമായ ഹൃദയശുദ്ധിയോടുകൂടി ജപിക്കൂ. ആർക്കും ജപിക്കാം. നിങ്ങൾക്ക് അമ്മയെ ദർശിക്കണം. കാരണം അമ്മ ഒരാൾക്ക് മാത്രമായിട്ടുള്ളതല്ല, ഏവർക്കും ഉള്ളതല്ലേ അമ്മ. വേറെ കൃത്യങ്ങൾ സന്തതിക്കേ ഉള്ളൂ. എന്നോട് സ്നേഹമില്ല, എന്നോട് സ്നേഹമില്ല, എന്നോട് സ്നേഹമില്ല എന്ന് പരിഭവം പറയുന്ന സന്തതികളാണ്. മാതൃഹൃദയത്തിന് അപ്രകാരമുള്ള വേർതിരിവ് ഒന്നുമില്ല. ആരൊക്കെയാണോ ഓടിയെത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ 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 എന്ന് വിളിക്കുന്നത് അവർക്ക് വാരിക്കോരി കൊടുക്കും. അപ്പോൾ ആ ഭാവത്തിൽ നിന്നുകൊണ്ട്, ശൈശവ ഭാവത്തിൽ, സന്തതീ ഭാവത്തിൽ നിന്നുകൊണ്ട് അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തൂ. അമ്മയോട് അഭ്യർത്ഥിക്കൂ, നൽകുക തന്നെ ചെയ്യും. എല്ലാ പ്രിയമിത്രങ്ങൾക്കും സർവേശ്വരിയായ ജഗദംബയുടെ കൃപാ കടാക്ഷം അനവരതം ലഭിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ പ്രണാമം. ഹരിയും.